ഇന്ന് രഥസപ്തമി. മാഘമാസത്തിലെ സൂര്യജയന്തിയുടെ അന്നാണ് രഥസപ്തമി ആഘോഷിക്കുന്നത്. പാപമുക്തിക്കും ആരോഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ത്വക്രോഗമുക്തിക്കും വേണ്ടിയാണ് നമ്മൾ രഥസപ്തമിയുടെ അന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. നമാമി സപ്തമീം ദേവീം സർവപാപപ്രശമനീം സപ്തർക്കപത്രസ്നാനേന മമ പാപം വ്യപോഹതു. എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്ന സപ്തമി ദേവിയെ ഞാൻ നമിക്കുന്നു. സപ്തമി ദേവി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സപ്തമി തിഥിയെയാണ്. 7 എരിക്കിൻ്റെ ഇല, അതായത് സപ്ത അർഘപത്രം. അർഘപത്രം എന്ന് പറഞ്ഞാൽ എരിക്കിൻ്റെ ഇല. 7 എരിക്കിൻ്റെ ഇലയാലുള്ള സ്നാനേന മമ പാപം വ്യപോഹതു, എൻ്റെ പാപം ഇല്ലാതാകട്ടെ. സപ്തപ്രിയേ ദേവി സപ്തലോകൈക ദീപികേ സപ്തജന്മാർജിതം പാപം ഹരസപ്തമി സത്വരം. അതായത് സപ്തപ്രിയേ ദേവി, 7 കുതിരയുടെ ഉടമയായ സൂര്യപ്രിയേ, സപ്തലോകൈക ദീപികേ, 7 ലോകത്തിൻ്റെയും പ്രകാശമായവളെ, സപ്തജന്മാർജിതം പാപം, 7 ജന്മങ്ങളിൽ ഉണ്ടായ പാപങ്ങളൊക്കെ ഹര സപ്തമി സത്വരം, എത്രയും പെട്ടെന്ന് ഹരിക്കുക സപ്തമി ദേവി എന്നാണ് പറയുന്നത്. ഈ ശ്ലോകം രഥസപ്തമിയുടെ അന്ന് സൂര്യോദയത്തിന് മുമ്പുള്ള സ്നാനത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ സപ്തപ്രിയേ ദേവി എന്നതിന് പകരം നമ്മൾ സപ്തസതിപ്രിയേ അല്ലെങ്കിൽ സപ്തശതിപ്രിയേ എന്ന് പറയുമ്പോൾ അത് ദുർഗാദേവിയായിട്ട് മാറും. സപ്തശതിപ്രിയ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ദേവി മഹാത്മ്യം 700 മന്ത്രങ്ങളുള്ള ദേവി മഹാത്മ്യമായിട്ട് മാറുന്നു. 7 കുതിരകളുടെ ഉടമയായ സൂര്യപ്രിയ എന്ന് പറയുമ്പോൾ സപ്തപ്രിയേ ദേവി എന്നാണ് വരിക. ഈ 2 ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെയാണ്. യത് കർമ്മകൃതം പാപം മായ സപ്തസു ജന്മസു തന്മേ രോഗാംശ ശോകാംശ മാ കരി ഹന്തു സപ്തമി. അതേ അർത്ഥം തന്നെ വരുന്നതാണ് ഈ ശ്ലോകവും. യന്മയത്ര കൃതം പാപം പൂർവം സപ്തസു ജന്മസു തത് സർവം ശോകമോഹൗച്ച മാ കരീഹന്തു സപ്തമി. അതായത് എൻ്റെ എത്ര പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ തരത്തിലുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ 7 ജന്മങ്ങളിൽ ഞാൻ ചെയ്ത പാപങ്ങൾ, രോഗങ്ങളും ശോകങ്ങളും മോഹങ്ങളും ഇതെല്ലാം സപ്തമി ദേവി ഹനിച്ചാലും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശേഷം സൂര്യഭഗവാന് അർഘ്യം നൽകി പ്രാർത്ഥിക്കുന്നു.